ഗുഡ് മോർണിംഗ് അർജുൻ. വിജയദശമി ആശംസകൾ. ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഒരുപാട് പേർ എല്ലാ വർഷവും ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തുന്നതാണ്. ഇത്തവണത്തെ തിരക്ക് എത്രത്തോളം, എല്ലാവരും എന്താണ് പറയുന്നത്? വലിയൊരു മഴക്കെടുതികളും പ്രശ്നങ്ങളും ഒക്കെ ഒഴിഞ്ഞ് ശാന്തമായി തുടങ്ങിയ സമയം കൂടിയാണല്ലോ. മോത്തി, മഴയൊന്നുമില്ല. ഇപ്പോൾ വളരെ തെളിഞ്ഞു നിൽക്കുന്ന കാലാവസ്ഥയും അന്തരീക്ഷവും അതുപോലെ സീസണും ഒക്കെയാണ് ഡൽഹിയിൽ. നോക്കൂ, തിരക്ക് ആയി വരുന്നതേ ഉള്ളൂ. 8 മണിയൊക്കെ കഴിയും ഇവിടെ ഈ ക്ഷേത്രം, ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം ഒന്ന് സജീവമായി വരാനായിട്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കുട്ടികളും മുതിർന്നവരും എല്ലാം ക്ഷേത്രത്തിലേക്ക് എത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. 8 മണിയെങ്കിലും ആകും ഇവിടെ ചടങ്ങുകളെല്ലാം തന്നെ തുടങ്ങാൻ എന്നുള്ള കാര്യം തന്നെയാണ് ക്ഷേത്രം ഭാരവാഹികളും എല്ലാം തന്നെ അറിയിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, എല്ലാ വർഷവും നമ്മൾ മലയാളി കുരുന്നുകൾക്കൊപ്പം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും മറ്റ് ഹിന്ദി ഭാഷ സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിലെയും കുരുന്നുകളെ കൂടി ഇവിടെ എഴുത്തിനിരുത്തിന് കൊണ്ടുവരാറുണ്ട്. അത്തരത്തിലുള്ള കാഴ്ചകൾ കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ സംസ്കാരം ഇവിടെയുള്ള കുട്ടികൾക്ക് കൂടി കുറച്ചുകൂടി പറഞ്ഞു കൊടുക്കുന്ന രീതിയിലേക്കാണ് ഈ ക്ഷേത്രം എല്ലാ വർഷവും കാര്യങ്ങളെല്ലാം തന്നെ നടത്തി വരാറ്. സാധാരണ ഈ വിജയദശമി എന്നൊക്കെ പറയുമ്പോൾ, അതായത് നവരാത്രിയുടെ അവസാന ദിവസം ഹിന്ദു ആചാരപ്രകാരം ഈ എഴുത്തിനിരുത്തുണ്ടെങ്കിൽ പോലും ഇവിടെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്നത് രാമരാവണ കഥ, അതിൻ്റെ നാടകങ്ങൾ, രാവണൻ്റെ വലിയ രൂപമെല്ലാം തന്നെ അഗ്നിക്കിരയാക്കുന്ന വളരെ വലിയ ആഘോഷ സംഭവങ്ങളാണ്. അതിനൊപ്പം ഇത്തരത്തിലുള്ള വിദ്യാരംഭ ചടങ്ങുകളും ഏറ്റവും കൂടുതൽ നടക്കാറുള്ളത് നമ്മുടെ ദക്ഷിണേന്ത്യൻ പാരമ്പര്യം വിളിച്ചോതുന്ന ക്ഷേത്രങ്ങളിലാണ്. അതിൽ തന്നെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത വളരെ വലുതാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഒരുപാട് ആളുകൾ രാവിലെ തന്നെ തൊഴുകാൻ എത്തിയിട്ടുണ്ട്. 107 കുരുന്നുകളാണ് ഇപ്പോൾ എന്തായാലും ആദ്യഘട്ടത്തിൽ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വിദ്യാരംഭത്തിന് വേണ്ടിയായി. ഇത് 2-3 ഘട്ടങ്ങളിലായി ചെയ്യും എന്നുള്ള കാര്യമാണ്. അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഓഡിറ്റോറിയത്തിലാണ്, നമുക്ക് വലതുവശത്തായിട്ടുള്ളൊരു ഓഡിറ്റോറിയത്തിലാണ് ഇതെല്ലാം ഒരുക്കിയിരിക്കുന്നത്. അതെന്തായാലും അതിൻ്റെ ചടങ്ങുകൾ 8 മണിക്ക് ശേഷമായിരിക്കും ആരംഭിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള തിരക്കുകൾ ഇപ്പോൾ ആയി തുടങ്ങുന്നു. കുറച്ച് കഴിയുമ്പോൾ കൂടുതൽ കുരുന്നുകൾ ഇവിടേക്ക് എത്തും എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ സാധിക്കുക. നോക്കൂ, ഒരുപാട് ആളുകളാണ് തൊഴുകാൻ തന്നെ രാവിലെ എത്തിയിരിക്കുന്നത്. ഈ ക്ഷേത്രം അത്രത്തോളം പ്രാധാന്യം അറിയിക്കുന്നതാണ് ഡൽഹിയെ സംബന്ധിച്ച്. ഡൽഹി മലയാളികളെ സംബന്ധിച്ച് ഒരുപാട് പേർ. മോളെ, എന്താ പേര്? എത്തിനിരുത്തിയതാണോ? എഴുത്താനോ കൊണ്ടുവന്നാ? എന്താ പേര്? കുട്ടികൾക്കൊക്കെ നാണമുണ്ട്, അങ്ങനെ സംസാരിച്ച് തുടങ്ങിയിട്ടില്ല. എന്തായാലും എഴുത്തിനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതുപോലെ ഒരുപാട് കുട്ടികൾ ഇവിടേക്ക് വരും. 8 മണിക്ക് ശേഷമൊക്കെ ആയിരിക്കും ഇതിൻ്റെ തിരക്ക് കുറച്ചുകൂടി വർദ്ധിച്ചു വരിക. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്തായാലും ഇതിനപ്പുറത്തേക്ക് മറ്റു ചില ക്ഷേത്രങ്ങൾ കൂടി, ആർക്കേപുരത്തെ അയ്യപ്പസ്വാമി ക്ഷേത്രം, അങ്ങനെ ചില ക്ഷേത്രങ്ങൾ കൂടിയുണ്ട്. അവിടെയെല്ലാം ഈ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ നടക്കും. നമുക്ക് ആ ഓഡിറ്റോറിയത്തിനകത്തേക്ക് കൂടി പോകാമെന്ന് തോന്നുന്നു. അവിടെയാണ് എഴുത്തിനിരുത്ത് ചടങ്ങുകളെല്ലാം തന്നെ സജ്ജീകരിക്കുന്നത്. അവിടെയാണ് ഇതെല്ലാം നടക്കാറുള്ളത് സാധാരണഗതിയിൽ.